പ്രിയ വിദ്യാർത്ഥികളെ, +1 അക്കൗണ്ടൻസിയിലെ 6ാമത്തെ ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ്. ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും 2 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒന്ന്, എങ്ങനെയാണ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്, ട്രയൽ ബാലൻസ് പ്രിപ്പറേഷനുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നത്. ദെൻ ഒരു അക്കൗണ്ടൻറ്റ് അയാളുടെ അക്കൗണ്ടിങ് ജോലിയിൽ വരുത്തുന്ന തെറ്റുകൾ അതെങ്ങനെയാണ് കണ്ടെത്തുന്നത്, അങ്ങനെ തെറ്റുകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുന്നത്, എങ്ങനെയാണ് ആ തെറ്റുകൾ തിരുത്തുന്നത്. ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഡ്യൂറിങ് ദ അക്കൗണ്ടിങ് പ്രോസസ്സ്. ഈ അക്കൗണ്ടിങ് പ്രോസസ്സിനിടയിൽ അക്കൗണ്ടൻറ്റ് തയ്യാറാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രയൽ ബാലൻസ്. എന്തൊക്കെയാണ് അക്കൗണ്ടിങ് പ്രോസസ്സിൽ വരുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ? ആദ്യം അക്കൗണ്ടൻ്റ് എന്ത് ചെയ്യണം? ആദ്യം ചെയ്യേണ്ടത് ഐഡൻറ്റിഫൈയിങ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഓർ ഐഡൻറ്റിഫൈയിങ് എക്കണോമിക് ഇവൻറ്റ്സ്. ഒരു ബിസിനസ്സിൽ നടക്കുന്ന എക്കണോമിക് ഇവൻറ്റുകൾ അതല്ലെങ്കിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആര് ഐഡൻറ്റിഫൈ ചെയ്യണം? അക്കൗണ്ടൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, കമൻസ്ഡ് ബിസിനസ് വിത്ത് എ ക്യാപിറ്റൽ ഓഫ് ₹6 lakh. ബിസിനസ് 6 ലക്ഷം രൂപ കൊണ്ടുവന്ന്, ഓണർ 6 ലക്ഷം രൂപ കൊണ്ടുവന്നു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ദെൻ മറ്റൊരു എക്സാമ്പിളാണ് ₹4,50,000 ഡെപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക് അക്കൗണ്ട്. ഒരു ബാങ്കിലേക്ക് 4,50,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തു. ഇറ്റ് ഈസ് അനദർ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. അങ്ങനെ ഒരു ബിസിനസ്സിൽ നടക്കുന്ന എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രോസസ്സ്. ദെൻ അങ്ങനെ ഐഡൻറ്റിഫിക്കേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രോസസ്സാണ് റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. എവിടെയാണ് റെക്കോർഡ് ചെയ്യുന്നത്? ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആദ്യമായി രേഖപ്പെടുത്തുന്ന ബുക്കാണ് ജേണൽ. പ്രൈമറി ബുക്കാണ്. ക്രോണോളജിക്കൽ ഓർഡറിലാണ് ഇതിൽ ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്നത്. ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഓരോ ട്രാൻസാക്ഷനെയും നമ്മൾ പറയുന്ന പേരാണ് ജേണൽ എൻട്രികൾ. ഇപ്പോൾ ഒരു ജേണൽ എൻട്രി എന്ന് പറയുമ്പോൾ ഇതിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡെബിറ്റ് അക്കൗണ്ടും ഒരു ക്രെഡിറ്റ് അക്കൗണ്ടും വരും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡെബിറ്റ് എമൗണ്ടും ക്രെഡിറ്റ് എമൗണ്ടും നമ്മൾ രേഖപ്പെടുത്തണം. അങ്ങനെ 1 by 1 ആയി എല്ലാ ട്രാൻസാക്ഷൻസും ജേണൽ എൻട്രികളായിട്ട് നമ്മൾ ഏത് ബുക്കിൽ രേഖപ്പെടുത്തും? ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ രേഖപ്പെടുത്തും. അതിനുശേഷം ജേണൽ എന്ന് പറയുന്ന ബുക്കിലെ എമൗണ്ട് കോളങ്ങൾ ടോട്ടൽ ചെയ്യും. ഇതിൽ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നോക്കൂ, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ അക്കൗണ്ട്. ആ ജേണൽ എൻട്രി നമ്മൾ 2 അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യണം. ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലെ ക്യാഷ് അക്കൗണ്ടിലേക്കും ദെൻ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്കും ഒന്നാമത്തെ ജേണൽ എൻട്രി പോസ്റ്റ് ചെയ്യണം. അങ്ങനെ ഓരോ ജേണൽ എൻട്രികളും ലെഡ്ജർ അക്കൗണ്ടിലേക്ക് കറസ്പോണ്ടിങ് അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്യണം. ക്യാഷ് അക്കൗണ്ടാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യാനുള്ള എല്ലാ ട്രാൻസാക്ഷൻസും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം? പോസ്റ്റിംഗ് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ബാലൻസിങ് ഓഫ് ലെഡ്ജർ അക്കൗണ്ട്സ്. ബാലൻസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് സൈഡിലെ എമൗണ്ടുകൾ ടോട്ടൽ ചെയ്ത് നോക്കണം, ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ടുകളും ടോട്ടൽ ചെയ്ത് നോക്കണം. ഇപ്പോൾ ഈ എക്സാമ്പിളിൽ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ വരുന്നത് 53,400 ആണ്, ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ വരുന്നത് 10,000 ആണ്. അപ്പോൾ ഈ 2 എമൗണ്ടുകളും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് ആണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് ടോട്ടലായിട്ട് എഴുതേണ്ടത് ഏത് എമൗണ്ടാണ്? ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് ആണ് ടോട്ടലായിട്ട് രേഖപ്പെടുത്തേണ്ടത്. അങ്ങനെ വരുമ്പോൾ ക്രെഡിറ്റ് സൈഡിലാണ് ബാലൻസ് വരുന്നത് 43,400. ഇതിനെ നമുക്ക് ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് മനസ്സിലാക്കാം. ഈ ക്ലോസിംഗ് ബാലൻസിനെ തൊട്ടടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ തൊട്ടടുത്ത പീരീഡിലേക്ക് ബ്രോഡ് ഡൗൺ ചെയ്യണം. ബ്രോഡ് ഡൗൺ ചെയ്ത് നമ്മൾ ആ എമൗണ്ട് താഴേക്ക് മാറ്റി എഴുതണം. ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലെ ടോട്ടലും ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിലെ ടോട്ടലാണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ക്യാഷ് അക്കൗണ്ടിൻ്റെ ബാലൻസിനെ പറയുന്ന പേരാണ് ഡെബിറ്റ് ബാലൻസ്. ഇപ്പോൾ ഈ അക്കൗണ്ടിന് എന്ത് ബാലൻസ് ആണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയേണ്ടത് ഡെബിറ്റ് ബാലൻസ് എന്നാണ്. എന്താണ് കണ്ടീഷൻ? ഒരു അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ അക്കൗണ്ടിൻ്റെ ബാലൻസിനെ പറയുന്ന പേരാണ് ഡെബിറ്റ് ബാലൻസ്. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. ABC ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ അക്കൗണ്ടാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇതിൽ ക്രെഡിറ്റ് സൈഡിൽ പർച്ചേസ് അക്കൗണ്ട് എന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് 45,000, ഡെബിറ്റ് സൈഡിൽ പർച്ചേസ് റിട്ടേൺ എന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് 2,000. ഇപ്പോൾ ഒരു സപ്ലയറുടെ അക്കൗണ്ട് ആണ്.
ആ സപ്ലയറുടെ കയ്യിൽ നിന്ന് 45,000 രൂപയുടെ ഗുഡ്സ് വാങ്ങിയിട്ടുണ്ട്, 2,000 രൂപയുടെ ഗുഡ്സ് നമ്മൾ അവർക്ക് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ബാലൻസ് ചെയ്യണമെങ്കിലും രണ്ട് സൈഡിലെ ടോട്ടലുകൾ നമ്മൾ കമ്പയർ ചെയ്യണം. ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ 45,000 ആണ് വരുന്നത്, ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ വരുന്നത് 2,000 ആണ്. അത് കമ്പയർ ചെയ്യുമ്പോൾ ഏത് സൈഡിലെ ടോട്ടലാണ് കൂടുതൽ വരുന്നത്? ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലാണ് കൂടുതൽ വരുന്നത്. അങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ 43,000 ആണ് വരുന്നത്. ഇതാണ് ഈ അക്കൗണ്ടിൻ്റെ, ഇതാണ് ABC ലിമിറ്റഡ് അക്കൗണ്ടിൻ്റെ ക്ലോസിംഗ് ബാലൻസ്. നമ്മൾ തൊട്ടടുത്ത പീരീഡിലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്യണം. ഇവിടെ രണ്ട് സൈഡിലെ എമൗണ്ടുകളും കമ്പയർ ചെയ്യുമ്പോൾ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് ആണ് കൂടുതൽ വന്നിട്ടുള്ളത്, 45,000. അങ്ങനെ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് ആണ് ഒരു അക്കൗണ്ടിൽ കൂടുതൽ വരുന്നതെങ്കിൽ ആ അക്കൗണ്ടിൻ്റെ ബാലൻസിനെ പറയുന്ന പേരാണ് ക്രെഡിറ്റ് ബാലൻസ്. അപ്പോൾ ഒരു അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ അക്കൗണ്ടിൻ്റെ ബാലൻസിനെ പറയുന്ന പേരാണ് ഡെബിറ്റ് ബാലൻസ്. അതേസമയം ഏതെങ്കിലും അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡ് ആണ് കൂടുതലെങ്കിൽ ഡെബിറ്റ് സൈഡിനേക്കാളും കൂടുതലായി ക്രെഡിറ്റ് സൈഡ് നമുക്ക് കാണാൻ കഴിയുകയാണെങ്കിൽ ആ അക്കൗണ്ടിൻ്റെ ബാലൻസിനെ പറയുന്ന പേരാണ് ക്രെഡിറ്റ് ബാലൻസ്. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ബാലൻസ് നമ്മൾ കണ്ടത് ഡെബിറ്റ് ബാലൻസ് ആണ്, കാരണം ഡെബിറ്റ് സൈഡിലായിരുന്നു എമൗണ്ട് കൂടുതൽ കണ്ടത്. സപ്ലയറുടെ അക്കൗണ്ട് അതല്ലെങ്കിൽ ക്രെഡിറ്ററുടെ അക്കൗണ്ട് നമുക്ക് ഏത് സൈഡാണ് കൂടുതൽ കണ്ടത്? ക്രെഡിറ്റ് സൈഡാണ് എമൗണ്ട് കൂടുതലായിട്ട് കണ്ടത്. അതുകൊണ്ട് ഈ അക്കൗണ്ട് ബാലൻസിനെ നമുക്ക് ക്രെഡിറ്റ് ബാലൻസ് എന്ന് പറയാം. അപ്പോൾ ഒരു വർഷത്തെ മുഴുവൻ ട്രാൻസാക്ഷൻസും ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ രേഖപ്പെടുത്തി ദെൻ അത് കറസ്പോണ്ടിങ് അക്കൗണ്ടുകളിലേക്ക് പോസ്റ്റ് ചെയ്ത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. ഒന്ന്, ഈ ബിസിനസ്സിൻ്റെ ഒരു വർഷത്തെ റിസൾട്ട് കണ്ടെത്തണം. പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ള അക്കൗണ്ടിങ് പ്രോസസ്സിൽ പല ഘട്ടങ്ങളിലും നമുക്ക് തെറ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട്. പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട് മാറാനുള്ള സാധ്യതയുണ്ട്. പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലേക്ക് പോസ്റ്റ് ചെയ്യേണ്ടത് ക്രെഡിറ്റ് സൈഡിലേക്ക് മാറി എഴുതാനുള്ള സാധ്യതയുണ്ട്. അക്കൗണ്ടുകൾ ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ബാലൻസ് ചെയ്യുന്ന സമയത്തൊക്കെ തെറ്റ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അത്തരം തെറ്റുകളുണ്ടോ എന്ന് കണ്ടെത്തി തെറ്റുകളുണ്ടെങ്കിൽ ആ തെറ്റുകൾ തിരുത്തിയിട്ട് വേണം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കാൻ. ലാഭവും നഷ്ടവും കണക്കാക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ പറയുന്ന തെറ്റുകളുണ്ടെങ്കിൽ അത് റെക്ടിഫൈ ചെയ്യണം. അപ്പോൾ ഇത്തരത്തിലുള്ള എറേഴ്സ് ഉണ്ടോ, മിസ്റ്റേക്സ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ട്രയൽ ബാലൻസ്. ഒരു ട്രയൽ ബാലൻസിൻ്റെ ഫോർമാറ്റാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. പ്രധാനമായിട്ടും 4 കോളങ്ങളാണ് അതിനുള്ളത്. ഒന്ന് അക്കൗണ്ട് ടൈറ്റിൽ, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ് ബാലൻസ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ്. ഇപ്പോൾ അക്കൗണ്ട് ടൈറ്റിൽ എന്ന് പറയുന്ന കോളത്തിൽ ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിൽ തയ്യാറാക്കിയിട്ടുള്ള എല്ലാ ലെഡ്ജർ അക്കൗണ്ടുകളുടെ പേരുകളുമാണ് എഴുതിയിട്ടുള്ളത്. അതിനുശേഷം ലെഡ്ജർ ഫോളിയോ കോളത്തിൽ പേജ് നമ്പറുകൾ രേഖപ്പെടുത്തണം. ദെൻ ഓരോ അക്കൗണ്ടിൻ്റെയും ബാലൻസുകളാണ് പിന്നീടുള്ള 2 കോളങ്ങളിലായിട്ട് രേഖപ്പെടുത്തേണ്ടത്. ഡെബിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടുകളുടെ ബാലൻസ് ഡെബിറ്റ് ബാലൻസ് കോളത്തിലും ക്രെഡിറ്റ് ബാലൻസ് ഉള്ള അക്കൗണ്ടുകളുടെ ബാലൻസുകൾ ക്രെഡിറ്റ് ബാലൻസ് കോളത്തിലുമാണ് രേഖപ്പെടുത്തേണ്ടത്. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ടിൻ്റെ ബാലൻസ് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഡെബിറ്റ് ബാലൻസ് ആണ്. അത് ഡെബിറ്റ് കോളത്തിലാണ്, ഡെബിറ്റ് ബാലൻസ് കോളത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും താഴെ. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് വന്നിട്ടുള്ളത്. ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് ചെയ്ത സമയത്ത് അതിൻ്റെ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് ഡെബിറ്റ് സൈഡിനേക്കാൾ കൂടുതലായിരുന്നു. അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസ് ചേർത്തിട്ടുള്ളത് ക്രെഡിറ്റ് ബാലൻസ് കോളത്തിലാണ്. അപ്പോൾ ഓരോ അക്കൗണ്ടുകളുടെയും ബാലൻസിനനുസരിച്ച് അത് നമ്മൾ ഇങ്ങോട്ട് മാറ്റി എഴുതണം. കറസ്പോണ്ടിങ് എമൗണ്ട് കോളത്തിൽ അതിൻ്റെ ബാലൻസ് എമൗണ്ടും രേഖപ്പെടുത്തണം. അതിനുശേഷം ഡെബിറ്റ് ബാലൻസ് എമൗണ്ട് കോളവും ക്രെഡിറ്റ് ബാലൻസ് എമൗണ്ട് കോളവും നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കണം. ഡെബിറ്റ് ബാലൻസ് ടോട്ടലും ക്രെഡിറ്റ് ബാലൻസ് ടോട്ടലും തമ്മിൽ ഡിഫറൻസ് വരികയാണെങ്കിൽ അതിൽ നിന്ന് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. ഇതുവരെയുള്ള പ്രോസസ്സിൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അരിത്തമെറ്റിക്കലായിട്ട് എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക്, പോസ്റ്റിംഗ് മിസ്റ്റേക്ക്, ബാലൻസ് ചെയ്യുന്ന സമയത്തുള്ള മിസ്റ്റേക്കുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ 2 ടോട്ടലുകൾ നമുക്ക് ഈക്വലായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ അത് ഈക്വലായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ആ തെറ്റ് നമ്മൾ കണ്ടെത്തി അത് നമ്മൾ റെക്ടിഫൈ ചെയ്യണം. അപ്പോൾ അങ്ങനെ അരിത്തമെറ്റിക്കൽ അക്യുറസി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ട്രയൽ ബാലൻസ്. അപ്പോൾ എന്താണ് ട്രയൽ ബാലൻസ് എന്ന് പറഞ്ഞാൽ? ട്രയൽ ബാലൻസ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് വിത്ത്
ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ബാലൻസ് ഓഫ് ആൾ ലെഡ്ജർ അക്കൗണ്ട്സ് ടു വെരിഫൈ ദ അരിത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് ബുക്സ്. അരിത്തമെറ്റിക്കൽ അക്യുറസി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രയൽ ബാലൻസ്. അതിലേക്ക് നമ്മൾ എല്ലാ അക്കൗണ്ടുകളുടെയും ഡെബിറ്റ് ബാലൻസുകളും ക്രെഡിറ്റ് ബാലൻസുകളുമാണ് രേഖപ്പെടുത്തുന്നത്. ട്രയൽ ബാലൻസ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ ദ അക്കൗണ്ടിംഗ് പ്രോസസ് ആസ് ഇറ്റ് ഷോസ് ദ ഫൈനൽ പൊസിഷൻ ഓഫ് ആൾ അക്കൗണ്ട്സ് ആൻഡ് ഹെൽപ്സ് ഇൻ പ്രിപ്പയറിംഗ് ദ ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇപ്പോൾ ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എല്ലാ അക്കൗണ്ടുകളുടെയും ഒരു സമ്മറി, ഒരു ബാലൻസ് നമുക്ക് കാണാൻ കഴിയും. ഈ ട്രയൽ ബാലൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി വരുന്ന ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് പോലെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ തയ്യാറാക്കുന്നത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പ്രധാനമായിട്ടും 3 മെത്തേഡുകളാണുള്ളത്. ഫസ്റ്റ് വൺ ബാലൻസ് മെത്തേഡ്, സെക്കൻഡ് വൺ ടോട്ടൽ മെത്തേഡ് ആൻഡ് തേർഡ് വൺ ടോട്ടൽസ് കം ബാലൻസ് മെത്തേഡ്. അപ്പോൾ ട്രയൽ ബാലൻസ് പ്രിപ്പറേഷന് 3 മെത്തേഡ്സുകളുണ്ട്. ബാലൻസ് മെത്തേഡ്, ടോട്ടൽ മെത്തേഡ്, ടോട്ടൽ കം ബാലൻസ് മെത്തേഡ്. ഇതിലെ ഫസ്റ്റ് മെത്തേഡ് ബാലൻസ് മെത്തേഡാണ് പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡ്. ആ മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്നാലും ശരി, രണ്ടാമത്തെയും മൂന്നാമത്തെയും മെത്തേഡ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ബാലൻസ് മെത്തേഡിലുള്ള ട്രയൽ ബാലൻസിൻ്റെ ഫോർമാറ്റ് ഒന്ന് പരിചയപ്പെടാം. ബാലൻസ് മെത്തേഡിലുള്ള ഒരു ട്രയൽ ബാലൻസിൻ്റെ ഫോർമാറ്റാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അക്കൗണ്ട് ടൈറ്റിൽ എന്ന് പറയുന്ന കോളത്തിൽ അക്കൗണ്ടുകളുടെ പേരുകൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഓരോ അക്കൗണ്ടിനും കറസ്പോണ്ടിങ് ആയി ഡെബിറ്റ് ബാലൻസോ ക്രെഡിറ്റ് ബാലൻസോ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ അക്കൗണ്ടിൻ്റെയും ബാലൻസുകൾ മാറ്റി എഴുതി തയ്യാറാക്കുന്ന ആ ട്രയൽ ബാലൻസിനെയാണ്, അല്ലെങ്കിൽ ആ മെത്തേഡിനെയാണ് ബാലൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ ക്യാഷ് അക്കൗണ്ടിൻ്റെ ബാലൻസ് രേഖപ്പെടുത്തിയത് ഏത് കോളത്തിലാണ്? ഡെബിറ്റ് ബാലൻസ് കോളത്തിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് കാരണം? ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആയിരുന്നു. എന്താണ് ഡെബിറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ? ഒരു അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലെ എമൗണ്ട് ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ, ആ ടോട്ടൽ എമൗണ്ട് ഡെബിറ്റ് സൈഡിലെ എമൗണ്ടാണ് കൂടുതൽ വരുന്നതെങ്കിൽ ആ ബാലൻസിനെയാണ് ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ആയിരുന്നു. അതുകൊണ്ട് നമ്മൾ ആ ബാലൻസ് എവിടെയാണ് രേഖപ്പെടുത്തിയത്? ഡെബിറ്റ് ബാലൻസ് കോളത്തിലാണ് രേഖപ്പെടുത്തിയത്. ബിസിനസ്സിലേക്ക് പൈസ ഇങ്ങോട്ട് തരാനുള്ളവരെ നമ്മൾ എന്താണ് പറയുക? ഡെറ്റേഴ്സ് എന്ന് പറയും. ഒരു ബിസിനസ് സ്ഥാപനത്തിന് ക്രെഡിറ്റ് സെയിൽ നടന്നു കഴിഞ്ഞാൽ അവിടെ കുറേയധികം ഡെറ്റേഴ്സ് വരും. എല്ലാ ഡെറ്റേഴ്സിൻ്റെയും പേര് പ്രത്യേകം ട്രയൽ ബാലൻസിൽ രേഖപ്പെടുത്തേണ്ടതില്ല. പകരം ആ ഡെറ്റേഴ്സിൻ്റെ, നമുക്ക് ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ളവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ആ ടോട്ടൽ എമൗണ്ട് ആണ് ട്രയൽ ബാലൻസിൽ രേഖപ്പെടുത്തേണ്ടത്. അങ്ങനെ രേഖപ്പെടുത്തുന്ന സമയത്ത് അവിടെ എഴുതേണ്ടത് സൺട്രി ഡെറ്റേഴ്സ് എന്നാണ്. അതുപോലെ തന്നെ ബിസിനസ്സിന് കുറേയധികം ക്രെഡിറ്റേഴ്സ് വരും. പല ആളുകൾക്കും ബിസിനസ് അങ്ങോട്ട് പൈസ കൊടുക്കാനുണ്ടാവും. അപ്പം അങ്ങനെ കൊടുക്കാനുള്ളവരുടെ എല്ലാവരുടെയും പേരുകൾ എവിടെ രേഖപ്പെടുത്തേണ്ടതില്ല? ട്രയൽ ബാലൻസിൽ രേഖപ്പെടുത്തേണ്ടതില്ല. പകരം ആ കൊടുക്കാനുള്ളവരുടെ ഒരു ടോട്ടൽ എമൗണ്ട് കണ്ടെത്തി സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഹെഡിലാണ് അത് ട്രയൽ ബാലൻസിൽ രേഖപ്പെടുത്തേണ്ടത്. ട്രയൽ ബാലൻസ് തയ്യാറാക്കാനുള്ള രണ്ടാമത്തെ മെത്തേഡാണ് ടോട്ടൽസ് മെത്തേഡ്. ടോട്ടൽസ് മെത്തേഡിലും ട്രയൽ ബാലൻസിൽ 4 കോളങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തെ കോളം അക്കൗണ്ട് ടൈറ്റിൽ, സെക്കൻഡ് കോളം ലെഡ്ജർ ഫോളിയോ. ബാലൻസ് മെത്തേഡിലുള്ള അതുപോലെ തന്നെയാണ് അക്കൗണ്ടുകളുടെ പേരുകളും പേജ് നമ്പറുമാണ് രേഖപ്പെടുത്തേണ്ടത്. അതിനുശേഷം എമൗണ്ട് കോളങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഡെബിറ്റ് ബാലൻസും ക്രെഡിറ്റ് ബാലൻസും മാറി ഡെബിറ്റ് ടോട്ടലും ക്രെഡിറ്റ് ടോട്ടലും 2 എമൗണ്ട് കോളങ്ങളാണ് ടോട്ടൽ മെത്തേഡിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ബാലൻസ് മെത്തേഡിൽ ഓരോ അക്കൗണ്ടുകളുടെയും ബാലൻസ് ആണ് നമ്മൾ ട്രയൽ ബാലൻസിൽ രേഖപ്പെടുത്തിയത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ക്യാഷ് അക്കൗണ്ട് നോക്കൂ. ക്യാഷ് അക്കൗണ്ടിൽ ബാലൻസ് രേഖപ്പെടുത്തുന്നതിന് പകരം ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ടോട്ടൽ ഡെബിറ്റ് എമൗണ്ട് കോളത്തിലും ക്രെഡിറ്റ് ടോട്ടൽ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലുമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് നോക്കിയാൽ അറിയാം, ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ 53,400 ആയിരുന്നു. ക്യാഷ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ 10,000 ആയിരുന്നു. അപ്പോൾ ആ ബാലൻസ് എമൗണ്ട് അല്ല രേഖപ്പെടുത്തുന്നത്. ബാലൻസ് എമൗണ്ട് രേഖപ്പെടുത്തുന്നതിന് പകരം ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ ഡെബിറ്റ് കോളത്തിലും ക്രെഡിറ്റ് സൈഡിലെ ടോട്ടൽ ക്രെഡിറ്റ് ടോട്ടലുമായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഓരോ അക്കൗണ്ടിൻ്റെയും ഡെബിറ്റ് ടോട്ടലും ക്രെഡിറ്റ് ടോട്ടലും കൊണ്ടുവന്ന് തയ്യാറാക്കുന്ന ഈ മെത്തേഡിനെയാണ് ടോട്ടൽ മെത്തേഡ് എന്ന്
പറയുന്നത്. ദെൻ മൂന്നാമത്തെ മെത്തേഡ് നോക്കൂ. മൂന്നാമത്തെ മെത്തേഡിലുള്ള ഫോർമാറ്റ് ആണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. ടോട്ടൽസ് കം ബാലൻസ് മെത്തേഡ്. ഇത് ആദ്യത്തെ രണ്ട് മെത്തേഡുകൾ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇവിടെ അക്കൗണ്ട് ടൈറ്റിൽ വരുന്നുണ്ട്, ലെഡ്ജർ ഫോളിയോ വരുന്നുണ്ട്, ദെൻ ഡെബിറ്റ് ടോട്ടൽ എഴുതാനുള്ള എമൗണ്ട് കോളം, ദെൻ അതിനുശേഷം ക്രെഡിറ്റ് ടോട്ടൽ രേഖപ്പെടുത്തും, അതിനുശേഷം ആ അക്കൗണ്ടിൻ്റെ ബാലൻസും രേഖപ്പെടുത്തും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട് നോക്കൂ. ക്യാഷ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ടോട്ടൽ 53,400, ക്രെഡിറ്റ് ടോട്ടൽ 10,000. ദെൻ അതിൻ്റെ ബാലൻസ് എത്ര വന്നു? 43,400. അങ്ങനെ ഓരോ അക്കൗണ്ടിൻ്റെയും രണ്ട് ടോട്ടലുകളും ദെൻ അതിൻ്റെ ഡിഫറൻസ് എമൗണ്ട്, ബാലൻസ് എമൗണ്ടും രേഖപ്പെടുത്തുന്ന ഈ മെത്തേഡിനെ പറയുന്ന പേരാണ് ടോട്ടൽസ് കം ബാലൻസ് മെത്തേഡ്. ഇപ്പോൾ 3 മെത്തേഡുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഒന്ന് ബാലൻസ് മെത്തേഡ്, ദെൻ ടോട്ടൽ മെത്തേഡ്, ടോട്ടൽ കം ബാലൻസ് മെത്തേഡ്. ഈ 3 മെത്തേഡിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള മെത്തേഡാണ് ബാലൻസ് മെത്തേഡ്. അതുകൊണ്ട് തന്നെ ബാലൻസ് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ബാലൻസ് മെത്തേഡിൽ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്ന സമയത്ത് അതിൽ വരുന്ന അക്കൗണ്ടുകളെ നമുക്ക് 5 ഗ്രൂപ്പുകളാക്കി തിരിക്കാം. ഒന്ന് അസറ്റ്സ്, ദെൻ എക്സ്പെൻസുകൾ വരും, ക്യാപിറ്റൽ, ദെൻ ലയബിലിറ്റി അക്കൗണ്ടുകളും ഇൻകം അക്കൗണ്ടുകളും. ഈ 5 ഗ്രൂപ്പിലാണ് പ്രധാനമായിട്ടും അക്കൗണ്ടുകൾ വരുന്നത്. അസറ്റ് അക്കൗണ്ടുകളും എക്സ്പെൻസ് അക്കൗണ്ടുകളും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ അക്കൗണ്ടുകൾക്കെല്ലാം ഡെബിറ്റ് ബാലൻസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഡെബിറ്റ് സൈഡിലെ ടോട്ടൽ ക്രെഡിറ്റ് സൈഡിലെ ടോട്ടലിനേക്കാളും കൂടുതൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ 2 ഗ്രൂപ്പിലും വരുന്ന അക്കൗണ്ടുകളുടെ ബാലൻസ് എഴുതേണ്ടത് ഡെബിറ്റ് ബാലൻസ് കോളത്തിലാണ്. ക്യാപിറ്റൽ അക്കൗണ്ടിന് നോർമലി ക്രെഡിറ്റ് ബാലൻസ് ആണ് വരുന്നത്. ദെൻ ലയബിലിറ്റി അക്കൗണ്ടുകളും ഇൻകം അക്കൗണ്ടുകളും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ആ അക്കൗണ്ടുകൾക്കൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് ആണ് കൂടുതൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ ക്രെഡിറ്റ് സൈഡിലെ എമൗണ്ട് ഡെബിറ്റ് സൈഡിലെ എമൗണ്ടിനേക്കാൾ കൂടുതലാണെങ്കിൽ ആ അക്കൗണ്ടുകൾക്ക് എന്ത് ബാലൻസ് ആണുള്ളത്? ക്രെഡിറ്റ് ബാലൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവയുടെ ബാലൻസ് നമ്മൾ ക്രെഡിറ്റ് ബാലൻസ് കോളത്തിലാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്ന സമയത്ത് അസറ്റുകളുടെയും എക്സ്പെൻസുകളുടെയും ബാലൻസുകൾ ഡെബിറ്റ് എമൗണ്ട് കോളത്തിലും ലയബിലിറ്റികളുടെയും ഇൻകത്തിൻ്റെയും ബാലൻസുകൾ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലുമാണ് രേഖപ്പെടുത്തേണ്ടത്. അതിനുശേഷം നമ്മൾ ട്രയൽ ബാലൻസ് ടോട്ടൽ ചെയ്യണം. അപ്പോൾ ഇങ്ങനെയാണ് ബാലൻസ് മെത്തേഡിൽ ട്രയൽ ബാലൻസ് തയ്യാറാക്കേണ്ടത്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്റ്റെപ്സ് ടു പ്രിപ്പയർ ട്രയൽ ബാലൻസ്. ഒരു ട്രയൽ ബാലൻസ് തയ്യാറാക്കാനുള്ള വിവിധ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? അതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണ് അസർട്ടൈൻ ദ ബാലൻസ് ഓഫ് ഈച്ച് അക്കൗണ്ട് ഇൻ ലെഡ്ജർ. ട്രയൽ ബാലൻസ് തയ്യാറാക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലെ എല്ലാ അക്കൗണ്ടുകളും ബാലൻസ് ചെയ്യണം. അതിനുശേഷം ലിസ്റ്റ് ഈച്ച് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഇൻ ദ ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് കോളം. അങ്ങനെ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ അക്കൗണ്ടുകളും ട്രയൽ ബാലൻസിൽ നമ്മൾ രേഖപ്പെടുത്തണം. അവയുടെ കറസ്പോണ്ടിങ് ബാലൻസും ആ എമൗണ്ട് കോളങ്ങളിൽ രേഖപ്പെടുത്തണം. ദെൻ കമ്പ്യൂട്ട് ദ ടോട്ടൽ ഓഫ് ഡെബിറ്റ് ബാലൻസ് കോളം. അതിനുശേഷം ട്രയൽ ബാലൻസിലെ ഡെബിറ്റ് ബാലൻസ് കോളം ടോട്ടൽ ചെയ്യണം. ദെൻ കമ്പ്യൂട്ട് ദ ടോട്ടൽ ഓഫ് ക്രെഡിറ്റ് ബാലൻസ് കോളം. അതിനുശേഷം ക്രെഡിറ്റ് ബാലൻസ് കോളവും ടോട്ടൽ ചെയ്യണം. ദെൻ വെരിഫൈ ദാറ്റ് ദ സം ഓഫ് ദ ഡെബിറ്റ് ബാലൻസ് ഈക്വൽ ദ സം ഓഫ് ക്രെഡിറ്റ് ബാലൻസ്. ഇപ്പോൾ ഡെബിറ്റ് ബാലൻസ് ടോട്ടലും ക്രെഡിറ്റ് ബാലൻസുകളുടെ ടോട്ടലും തമ്മിൽ കമ്പയർ ചെയ്ത് അത് ഈക്വൽ ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ട്രയൽ ബാലൻസ് തയ്യാറാക്കേണ്ടത്. ഒരു ട്രയൽ ബാലൻസ് പ്രിപ്പറേഷൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. ഫസ്റ്റ് ഒബ്ജക്റ്റീവ് ആണ് ടു അസർട്ടൈൻ ദ അരിത്തമെറ്റിക്കൽ അക്യുറസി ഓഫ് ദ ലെഡ്ജർ അക്കൗണ്ട്സ്. The purpose of preparing a trial balance is to ascertain whether all debits and credit are properly recorded in the ledger or not, and that all accounts have been correctly balanced. എല്ലാ അക്കൗണ്ടുകളിലേക്കും കൃത്യമായി പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ, അത് കൃത്യമായി ടോട്ടൽ ചെയ്തിട്ടുണ്ടോ, ബാലൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തലാണ് ട്രയൽ ബാലൻസ് പ്രിപ്പറേഷൻ്റെ ആദ്യത്തെ ഒബ്ജക്റ്റീവ്. ദെൻ സെക്കൻഡ് ഒബ്ജക്റ്റീവ് ആണ് ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ്. എറേഴ്സ് കണ്ടെത്താൻ സഹായിക്കുന്നു. When a trial balance does not tally, that is the total of debit and credit columns are not equal, we know that at least one error has occurred. ഡെബിറ്റ് ബാലൻസ് കോളവും ക്രെഡിറ്റ് ബാലൻസ് കോളവും ടോട്ടൽ ചെയ്തിട്ട് നമുക്ക് ഈക്വൽ ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? there is an error എന്ന് നമ്മൾ മനസ്സിലാക്കണം. The error may be totaling of subsidiary book. നമ്മൾ സബ്സിഡറി ബുക്കുകൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് ടോട്ടൽ ചെയ്ത സമയത്ത് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ട്രയൽ ബാലൻസ് തയ്യാറാക്കിയാൽ അറിയാൻ പറ്റും.
ദെൻ പോസ്റ്റിംഗ് ഓഫ് ജേണൽ എൻട്രീസ് ഇൻ ദ ലെഡ്ജർ. ജേണൽ എന്ന് പറയുന്ന ബുക്കിൽ നിന്ന് ലെഡ്ജർ എന്ന് പറയുന്ന ബുക്കിലേക്ക് ട്രാൻസാക്ഷൻസ് മാറ്റി എഴുതുന്ന സമയത്തുള്ള തെറ്റുകൾ നമുക്ക് എന്തിലൂടെ കണ്ടെത്താൻ കഴിയും? ട്രയൽ ബാലൻസ് തയ്യാറാക്കുന്നതിലൂടെ കണ്ടെത്താൻ കഴിയും. ദെൻ കാൽക്കുലേറ്റിംഗ് അക്കൗണ്ട് ബാലൻസ്. അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത്, ബാലൻസുകൾ കണ്ടെത്തുന്ന സമയത്തുള്ള തെറ്റുകളും ട്രയൽ ബാലൻസ് തയ്യാറാക്കി നമുക്ക് കണ്ടെത്താൻ കഴിയും. ദെൻ ക്യാരിയിങ് അക്കൗണ്ട് ബാലൻസസ് ടു ട്രയൽ ബാലൻസ്. അക്കൗണ്ട് ബാലൻസുകൾ ട്രയൽ ബാലൻസിലേക്ക് മാറ്റി എഴുതുന്ന സമയത്ത് വന്നിട്ടുള്ള തെറ്റുകളും ട്രയൽ ബാലൻസ് ടോട്ടൽ ചെയ്യുന്നതോടുകൂടി നമുക്ക് കണ്ടെത്താൻ കഴിയും. ദെൻ ലാസ്റ്റ് ടോട്ടലിംഗ് ദ ട്രയൽ ബാലൻസ് കോളം. ട്രയൽ ബാലൻസിലെ കോളങ്ങൾ ടോട്ടൽ ചെയ്യുന്ന സമയത്തുള്ള തെറ്റുകളും നമുക്ക് ട്രയൽ ബാലൻസ് പ്രിപ്പറേഷനിലൂടെ കണ്ടെത്താൻ കഴിയും. ദെൻ മൂന്നാമത്തെ ഒബ്ജക്റ്റീവ് ആണ് ടു ഹെൽപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. The task of preparing the statement is simplified because the accountant can take the balances of all accounts from the trial balance instead of going through the whole ledger. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കുമ്പോൾ അതിൽ പ്രധാനമായിട്ടും എക്സ്പെൻസും ഇൻകങ്ങളുമാണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ എക്സ്പെൻസിൻ്റെ അക്കൗണ്ടുകളും ഇൻകം അക്കൗണ്ടുകളും പരിശോധിച്ച് അതിൻ്റെ ബാലൻസ് ആണ് എങ്ങോട്ട് കൊണ്ടുവരേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ലെഡ്ജർ അക്കൗണ്ടുകൾ പരിശോധിക്കേണ്ടതില്ല. ആ ബാലൻസുകൾ നമ്മൾ എവിടെ എഴുതിയിട്ടുണ്ട്? ട്രയൽ ബാലൻസിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ട്രയൽ ബാലൻസിൽ നിന്നും വരവുകളും ചെലവുകളും നമ്മൾ എങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്നാൽ മതി. ദെൻ ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്ന സമയത്ത് അസറ്റ്, ക്യാപിറ്റൽ, ലയബിലിറ്റീസ് ഈ 3 ഗ്രൂപ്പിൽ വരുന്ന അക്കൗണ്ടുകളുടെ ബാലൻസ് ആണ് രേഖപ്പെടുത്തേണ്ടത്. അപ്പോൾ ആ ബാലൻസുകൾ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ട്രയൽ ബാലൻസിൽ നിന്ന് കിട്ടും. അപ്പോൾ ലെഡ്ജർ അക്കൗണ്ടുകൾ പരിശോധിക്കുന്നതിന് പകരം ലെഡ്ജർ അക്കൗണ്ടുകളുടെ ബാലൻസുകൾ എഴുതിയിട്ടുള്ള ട്രയൽ ബാലൻസിൽ നിന്നും നമുക്ക് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകൾ തയ്യാറാക്കാൻ കഴിയും. അപ്പോൾ പ്രധാനമായിട്ടും 3 ഒബ്ജക്റ്റീവ്സ് ആണുള്ളത്. ഒന്ന്, ടു അസർട്ടൈൻ ദ അരിത്തമെറ്റിക്കൽ അക്യുറസി, ദെൻ ടു ഹെൽപ്പ് ഇൻ ലൊക്കേറ്റിംഗ് എറേഴ്സ് ആൻഡ് ഫൈനലി ടു ഹെൽപ്പ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഈ പ്രധാനപ്പെട്ട 3 ഒബ്ജക്റ്റീവ്സ് ആണ് ട്രയൽ ബാലൻസിൻ്റെ പ്രിപ്പറേഷനിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്തത് മീനിങ് ഓഫ് ട്രയൽ ബാലൻസ്, അതിനുശേഷം മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്, 3 മെത്തേഡുകളാണ് നമ്മൾ പരിചയപ്പെട്ടത്. ദെൻ സ്റ്റെപ്സ് ടു പ്രിപ്പയർ ട്രയൽ ബാലൻസ്, ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രിപ്പയറിംഗ് ട്രയൽ ബാലൻസ്. അപ്പോൾ ഇന്ന് ചർച്ച ചെയ്ത ഏതെങ്കിലും ടോപ്പിക്കിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് ഒരു അക്കൗണ്ടന്റിന് സംഭവിക്കാവുന്ന എറേഴ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ.